ഇക്കുറിയും ഓണാഘോഷം കളറാക്കാൻ നാടെങ്ങും കുടുംബശ്രീയുടെ പൂക്കൾ എത്തിയിട്ടുണ്ട്. പൂക്കൾ മാത്രമല്ല, ഓണസദ്യയ്ക്കായി വിഷരഹിത പച്ചക്കറികളും എത്തും. തിരുവനന്തപുരം പള്ളിച്ചെല്ലെ ഒരു പൂപ്പാടം വരെ പോയി. ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്നത് മറ്റൊരു തോവാള എന്നാണ് അറിയപ്പെടുന്നത്. ജമന്തിപ്പാടം എന്നാണ് കൂടുതലായിട്ട് അറിയുന്നത്. ഇവിടെ വന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇവിടെ മൊത്തം മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ കിടന്ന സ്ഥലത്തെ ഈ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് വളരെ ഭംഗിയായി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ പുഷ്പകൃഷി ആരംഭിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഓടിയെത്തുന്നുണ്ട് കേട്ടോ. ജമന്തിപ്പാടം, നമ്മൾ കൊരണ്ടി വിളയെന്ന് പറയുമ്പോഴേ അവർ പറയുന്നത് ജമന്തിപ്പാടം എന്നാണ്. ഓണക്കാലം കളറാക്കാൻ അതിർത്തി കടന്ന് പൂക്കൾ എത്തേണ്ട, അതിര് കാണാൻ പൂപ്പാടം തന്നെ ഒരുക്കിയിട്ടുണ്ട് കുടുംബശ്രീ പ്രവർത്തകർ. പള്ളിച്ചലിൽ കുരണ്ടിവിള വാർഡിലെ മാത്രം 6.5 ഏക്കർ സ്ഥലത്തെ കാഴ്ചയാണിത്. സംസ്ഥാനത്തൊട്ടാകെ കുടുംബശ്രീ പൂക്കൾ എത്തിക്കുന്നു. നിലമൊരുക്കൽ തൊട്ട് വിളവെടുപ്പ് വരെ കുടുംബശ്രീ പ്രവർത്തകർ തന്നെ ചെയ്യും. നല്ല രീതിയിലുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ 4 വർഷം കൊണ്ട് ഈ കുരണ്ടിവിളയിൽ നമുക്ക് ഈ കൃഷി, ഈ പൂക്കൃഷി മാത്രമല്ല അതുപോലെ തന്നെ പച്ചക്കറി, അതിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ശ്രമഫലമായിട്ട് തന്നെയാണ് ഇത് നല്ല രീതിയിൽ നടക്കുന്നത്. പൂക്കൾ മാത്രമല്ല, പച്ചക്കറിയും ചീരയും വെള്ളരിയും തുടങ്ങി വിഷരഹിത പച്ചക്കറികളും ഇത്തവണ ഓണത്തിന് വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ വെണ്ട, സലാഡ്, വെള്ളരി, പയറ്, ബാക്കി തൈയെല്ലാം നട്ടയക്കുന്നത് വിഷരഹിത പച്ചക്കറി നമുക്കിവിടെ കിട്ടുന്നത് തികഞ്ഞ് വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വിവിധ വാർഡുകളിൽ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെ ഒരിടത്ത് കൊണ്ടുവന്ന് ശേഖരിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈ പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കുന്ന നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായാണ് പൂക്കൃഷി. കുടുംബശ്രീ ഓണക്കനി പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി കൃഷി. പൂക്കളും പച്ചക്കറിയും വാങ്ങാൻ എത്തുന്നവരും നിരവധി. 1086 ഹെക്ടറിലാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ചാൽ വിഷരഹിതമായ പച്ചക്കറിയും കൃത്രിമ വളം ചേർത്തിട്ടില്ലാത്ത ജമന്തി പൂക്കളും ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇത് ഇവിടുത്തെ മാത്രം വിശേഷമല്ല, നിരവധി കുടുംബശ്രീ പ്രവർത്തകർ പലയിടങ്ങളിലായി ഇതുപോലെ വിവിധ പദ്ധതികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും ഒപ്പം നാട്ടിലെ പൂക്കളും വീട്ടിലെത്തുമെന്നതിൽ സംശയമില്ല. ഒരുമിച്ചോണം നമുക്ക് ഹാപ്പിയാക്കാം. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനും അരുണുമൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.